ഹായ് വെൽക്കം ടു മാസ്റ്റർ ഡയറക്ടർ ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാസ്റ്റർ ഡയറക്ടർ ഷോ. നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത് പ്രശസ്ത സംവിധായകൻ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പളയെ കുറിച്ചാണ്. 1939 ഏപ്രിൽ 7 അമേരിക്കയിലെ ഡെട്രോയിറ്റ് എന്ന സ്ഥലത്താണ് കൊപ്പോള ജനിച്ചത്. ഒരു ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബമായ അദ്ദേഹത്തിന്റെ പിതാവ് കരാമിൻ കൊപ്പോള ഒരു സംഗീത സംവിധായകനുമായിരുന്നു. അമ്മ ഇറ്റാലിയ കൊപ്പോള അഭിനേത്രിയായിരുന്നു. അങ്ങനെ സംഗീതവും സിനിമയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് കൊപ്പോള വളർന്നത്. ബാല്യകാലത്ത് കലാപരമായ പ്രവണതകൾ ഉണ്ടായിരുന്നെങ്കിലും അന്തർമുഖനും പോളിയോ ബാധിതനുമായിരുന്നത് കൊണ്ട് ഭൂരിഭാഗം സമയവും വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടുന്ന ഒരു അവസ്ഥയിൽ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഹോസ്റ്റ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നെങ്കിലും നാടകവും സിനിമയും തന്നെയായിരുന്നു പ്രധാന താല്പര്യങ്ങൾ. പിന്നീട് ഉക്ല ഫിലിം സ്കൂളിൽ ചേർന്ന് പ്രൊഫഷണൽ സിനിമാ നിർമ്മാണ പരിശീലനം ആരംഭിക്കുകയും ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും ചെയ്തതോടുകൂടി കൊപ്പോള എന്ന സംവിധായകന്റെ തുടക്കം കുറിക്കപ്പെടുകയായിരുന്നു. റോജൻ കോർമാൻ എന്ന സംവിധായകന്റെ കീഴിൽ ജോലിക്ക് ചേർന്നതോടെ ചിലവ് കുറഞ്ഞ സിനിമാ നിർമ്മാണത്തിന്റെ പ്രായോഗികത മനസ്സിലാക്കുവാൻ കൊപ്പോളയ്ക്ക് സാധിച്ചു. അതിന്റെ അനന്തരഫലം എന്നോണം 1963 ഗുരുനാഥൻ കൂടിയായ കോർമാൻ നിർമ്മിച്ച കൊപ്പോള സംവിധാനം ചെയ്ത ഡിമെൻഷ്യ 13 എന്ന ചിത്രം പുറത്തിറങ്ങി. കൊപ്പോളയുടെ ആദ്യ ഫീച്ചർ ഫിലിം. ചിത്രം വലിയ വിജയമായിരുന്നില്ലെങ്കിലും കൊപ്പോളയ്ക്ക് ഹോളിവുഡിലേക്ക് ഒരു വഴി തുറന്നു കിട്ടി. ഡിമെൻഷ്യ എന്ന ചിത്രത്തിലൂടെ മറ്റൊരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതിക്കൊണ്ട് ഹോളിവുഡിൽ കൊപ്പോള പ്രശസ്തനായി. തിരക്കഥാ രംഗത്ത് അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധേയനാക്കി മാറ്റിയത് പാറ്റൺ എന്ന ചിത്രത്തിന്റെ തിരക്കഥയായിരുന്നു. ആ ചിത്രത്തിന്റെ തിരക്കഥ എഡ്മണ്ട് എച്ച് നോർത്ത് എന്നയാളുമായി ചേർന്നാണ് കൊപ്പോള തയ്യാറാക്കിയത്. 71 ഇറങ്ങിയ ഈ ചിത്രം മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡുകൾ അടക്കം 7 ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. അങ്ങനെ പ്രശസ്തിയിൽ നിൽക്കുമ്പോഴാണ് സിനിമാ രംഗത്ത് കൊപ്പോളയെ അതിപ്രശസ്തനാക്കാനുള്ള നിയോഗവുമായി ഒരു ചിത്രം വരുന്നത്. ലോക സിനിമാ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു ചിത്രം ഗോഡ് ഫാദർ. മരിയോ പുസോ എഴുതിയ നോവലായ ഗോഡ് ഫാദർ അദ്ദേഹത്തോടൊപ്പം കൊപ്പോള കൂടി തിരക്കഥാ രചനയിൽ സഹകരിച്ച് കൊപ്പോള തന്നെ സംവിധാനം ചെയ്ത് 72 പുറത്തിറങ്ങിയ ഇതിഹാസ ചിത്രം. മാഫിയ ഡോൺ സിനിമകൾ മുമ്പും ഉണ്ടായിരുന്നെങ്കിലും മൃദു വികാരങ്ങളുള്ള തികച്ചും കുടുംബനായകനായ മാഫിയ ഡോൺ സങ്കല്പം പരീക്ഷിച്ച് വിജയിച്ച ആദ്യ സിനിമ ഒരുപക്ഷെ ഗോഡ് ഫാദർ ആണെന്ന് വേണമെങ്കിൽ പറയാം. തികച്ചും പെരുക്കനും കൊടും കുറ്റവാളിയുമായ മാഫിയ ഡോണിന് പകരം മാന്യനും ആദർശവാനും കുടുംബസ്നേഹിയുമായ ഗോഡ് ഫാദറിലെ നായകൻ പ്രേക്ഷകന് പുതിയ അനുഭവമായിരുന്നു. വിറ്റ കോളിയോൺ എന്ന മാഫിയ ഡോണായി മാർലോൺ ബ്രാൻഡോയും മകൻ മൈക്കിൾ കോളിയോണായി ആൽ പാച്ചിനോയും മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഗോഡ് ഫാദർ. ഓൺ ദ വാട്ടർ ഫ്രണ്ട് എന്ന ചിത്രത്തിൽ ഓസ്കാർ അവാർഡ് നേടി ഹോളിവുഡിലെ ഇതിഹാസ താരമായി കഴിയുമ്പോൾ 60കളുടെ അവസാനത്തോടെ കരിയറിൽ വലിയ താഴ്ച നേരിട്ട ബ്രാൻഡോയ്ക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് കൊടുത്തത് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ വിറ്റ കോളിയോൺ എന്ന കഥാപാത്രമായിരുന്നു. എന്നാൽ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൽ പാച്ചിനോയ്ക്ക് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലെ മൈക്കിൾ കോളിയോണിന്റെ വേഷം സമ്മാനിച്ചത് ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ പദവിയായിരുന്നു. സിനിമ തുടങ്ങുന്നത് വിറ്റ കോളിയോൺ എന്ന മാഫിയ ഡോണിന്റെ അടുത്ത് ബൊണോസാര എന്ന ഒരു ഫ്യൂണറൽ അണ്ടർടേക്കർ തന്റെ മകളെ ഉപദ്രവിച്ചവരോട് പ്രതികാരം ആവശ്യപ്പെട്ട് മുന്നിലിരിക്കുന്നതോടെയാണ്. കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ച നീതി ലഭിക്കാത്തതിനാൽ നീതി തേടിയാണ് അയാൾ വിറ്റ കോളിയോണിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഐ ബിലീവ് ഇൻ അമേരിക്ക എന്ന് തുടങ്ങുന്ന അയാളുടെ ഡയലോഗിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. വിറ്റ കോളിയോൺ അയാൾക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു. ഒറ്റ നിബന്ധനയോടെ, ഭാവിയിൽ ഞാൻ നിന്നോട് ഒരു ഫേവർ ആവശ്യപ്പെടും, നീ അതെനിക്ക് നൽകണം. അവിടെ കോളിയോൺ ഫാമിലിയുടെ പവർ എന്താണെന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കുകയാണ്. അന്ന് വിറ്റ കോളിയോണിന്റെ മകൾ കൊന്നി കോളിയോണിന്റെയും കാർലോ റിസിയുടെയും വിവാഹമാണ്. അവിടെ വിറ്റയുടെ മക്കളായ സൊന്നി, ഫ്രീഡോ, മൈക്കിൾ എന്നിവരും തന്റെ നിയമോപദേശകനും ദത്തുപുത്രനുമായ ടോം ഹാഗനും മൈക്കിളിന്റെ ഗേൾഫ്രണ്ട് കെയും ഉണ്ട്. ഇതിനിടെ വിറ്റയുടെ ദത്തുപുത്രനായ ജോണി തനിക്ക് ഹോളിവുഡിൽ നല്ലൊരു റോൾ കിട്ടണമെന്ന് പറയുകയും പ്രൊഡ്യൂസറായ ജാക്ക് വോൾസ് അത് നിരസിക്കുകയും ചെയ്യുന്നു. വിറ്റ കോളിയോണിന്റെ പവർ വെളിവാക്കുന്ന സുപ്രസിദ്ധമായ ഹോഴ്സ് ഹെഡ് സീൻ ഉള്ളത് ഇവിടെയാണ്. ജോണിക്ക് വേഷം നിഷേധിച്ച പ്രൊഡ്യൂസർ ജാക്ക് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലെ നനവ് പരതി ബ്ലാങ്കറ്റ് മാറ്റുമ്പോൾ കാണുന്ന തന്റെ വിലപിടിപ്പുള്ള പന്തായി കുതിരയുടെ അറുത്ത തലയാണ്. ഇന്നത്തെ കാലത്തെ പോലെ സിനിമ ചിത്രീകരണത്തിന് ഈ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കുന്നതിന് തടസ്സമില്ലാതിരുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ഒരു കുതിരയുടെ തല അറുത്താണ് അത് ചിത്രീകരിച്ചത്. അതാണ് സത്യം. ഇതിനിടെ മയക്കുമരുന്ന് വ്യാപാരിയായ വിർജിൻ സൊളോസോ മയക്കുമരുന്ന് കച്ചവടത്തിന് ഡോൺ വിറ്റയെ സമീപിക്കുന്നു. സോനിക്ക് അതിൽ ഒരു ചെറിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിലും ഡോൺ വിറ്റ അത് നിരസിക്കുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണം ഒരു പഴക്കടയിൽ വെച്ച് സൊളോസോയുടെ ആളുകൾ ഡോൺ വിറ്റയെ വെടിവെക്കുകയും അയാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്യുന്നു. പിതാവിന് നേരെയുള്ള ആക്രമണത്തോടെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നിരുന്ന മൈക്കിൾ മുഖ്യധാരയിലേക്ക് വരികയും അയാൾ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് സൊളോസയെയും അയാളുടെ അനുയായെയും വധിക്കുകയും ചെയ്യുന്നു. അതോടെ
മൈക്കിൾ ഡോൺ വിറ്റോയുടെ അനന്തരാവകാശിയായി മാറുകയായിരുന്നു. പ്രശ്നങ്ങളെ തുടർന്ന് സിസിലി എന്ന മനോഹര സ്ഥലത്ത് ഒളിവിൽ താമസിക്കുമ്പോൾ അവിടെ കണ്ടുമുട്ടിയ അപ്പോളോണിയ എന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട മൈക്കിൾ അവളെ വിവാഹം കഴിക്കുന്നു. എന്നാൽ പ്രതിയോഗികൾ ആസൂത്രണം ചെയ്ത ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ അവൾ കൊല്ലപ്പെടുന്നു. ഇതിനിടെ മൈക്കിളിന്റെ സഹോദരി കൊന്നിയെ അവളുടെ ഭർത്താവ് കാർലോ ദേഹോദ്രവം ഏൽപ്പിക്കുകയും അതിന്റെ ദേഷ്യത്തിൽ സൊന്നി അയാളെ എതിരിടുകയും ചെയ്യുന്നുണ്ട്. ഡോൺ വിറ്റയുടെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി സൊന്നി ഒരു ടോൾ ബൂത്തിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അതോടുകൂടി ഡോൺ വിറ്റോ മാനസികമായി ക്ഷീണിതനാവുകയും ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മറ്റ് മാഫിയ ഡോണുകളുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവുകയും താൽക്കാലികമായി പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ മൈക്കിൾ തന്റെ മുൻ കാമുകിയായിരുന്ന കെയെ കാണുകയും അവളെ വിവാഹം കഴിക്കുകയും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. താമസിയാതെ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് ഡോൺ വിറ്റ അന്തരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഡോൺ വിറ്റ മൈക്കിളിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ബാർസീനിയാണ് യഥാർത്ഥ ശത്രു എന്ന്. മൈക്കിളിന് ഒരു കാര്യം മനസ്സിലായി. ബാർസീനി ഉൾപ്പെടെയുള്ളവർ ഇല്ലാതായില്ലെങ്കിൽ തനിക്ക് ഭാവിയില്ല എന്ന സത്യം. ഇതിനിടെ ബാർസീനിയുടെ പ്രേരണയിൽ സഹോദരി ഭർത്താവായ കാർലോയുടെ പ്ലാനിങ്ങിലാണ് മൂത്ത സഹോദരൻ സൊന്നി കൊല്ലപ്പെട്ടത് എന്നുകൂടി മൈക്കിൾ മനസ്സിലാക്കുന്നതോടെ എല്ലാവരെയും ഒറ്റയടിക്ക് നശിപ്പിച്ച് തന്റെ വഴി സുഗമമാക്കുകയും സുരക്ഷിതമാക്കി തീർക്കുക എന്നുള്ള പ്ലാൻ അയാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇതിനിടെ തന്റെ കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങിൽ വെച്ച് പള്ളിയിൽ വൈദികന്റെ മുന്നിൽ അയാൾ ആ കുഞ്ഞിന്റെ തലതൊട്ടപ്പൻ അഥവാ ഗോഡ് ഫാദർ ആവുകയും ചടങ്ങിന്റെ ഭാഗമായി വൈദികന്റെ മുന്നിൽ പിശാചിനെ തള്ളി പറയുകയും ചെയ്യുമ്പോൾ പുറത്ത് എതിരാളികളെ ഇല്ലാതാക്കുന്ന പൈശാചിക ബുദ്ധി കേന്ദ്രമായി മൈക്കിൾ മാറുകയാണ്. ബാർസീനി അടക്കം സകലരെയും അയാളുടെ നിർദ്ദേശപ്രകാരം ടോം ഹാഗന്റെ നേതൃത്വത്തിൽ വധിക്കുന്നു. കാർലോയെ മൈക്കിൾ തന്റെ മുന്നിലേക്ക് വിളിപ്പിക്കുന്നു. സൊന്നിയുടെ മരണത്തിൽ പങ്കുണ്ടോ എന്ന മൈക്കിളിന്റെ ചോദ്യത്തിന് മുന്നിൽ ആദ്യം ഇല്ല എന്ന് ഉത്തരം പറയുന്നുണ്ടെങ്കിലും തെളിവ് സഹിതമുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ കാർലോ കുറ്റമേറ്റ് മൈക്കിളിനോട് മാപ്പ് അപേക്ഷിക്കുന്നു. മൈക്കിൾ കാർലോയോട് ക്ഷമിച്ചതായി അഭിനയിച്ച് വെഗാസിലേക്ക് അയക്കുന്നു. എയർപോർട്ടിലേക്കുള്ള വഴിമധ്യേ മൈക്കിളിന്റെ നിർദ്ദേശപ്രകാരം കാർലോ കൊല്ലപ്പെടുന്നു. ഇതോടെ എല്ലാ അർത്ഥത്തിലും ഡോൺ വിറ്റയ്ക്ക് മീതെ വലിയ മാഫിയ രാജാവായി മൈക്കിൾ മാറുകയായിരുന്നു. അസ്വസ്ഥയായ കെ മൈക്കിളിനോട് ചോദിക്കുന്നുണ്ട്, കാർലോയെ കൊന്നത് മൈക്കിൾ ആണോ എന്ന്. അല്ല എന്ന അയാളുടെ നിർവികാരത നിറഞ്ഞ മറുപടി അവൾക്ക് തൃപ്തികരമായിരുന്നില്ല. താൻ പ്രണയിച്ച നിഷ്കളങ്കനായ മൈക്കിളിൽ നിന്ന് അയാൾ വലിയൊരു മാഫിയ രാജാവായി മാറിയെന്ന് അവൾ മനസ്സിലാക്കുന്നിടത്ത് മൈക്കിളിന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്നും അവൾ അകറ്റപ്പെട്ടതിന്റെ പ്രതീകമായി മുന്നിൽ വാതിൽ അടയുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. തിയേറ്ററുകൾക്ക് മുൻപിൽ റിലീസിന് ശേഷം അണിനിരന്ന നീണ്ട ക്യൂവിൽ നിന്ന് പ്രേക്ഷകരും നിരൂപകരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതൊരു ഗ്യാങ്സ്റ്റർ സിനിമയല്ല, ഇതൊരു അമേരിക്കൻ എപ്പിക് തന്നെയാണ്. മികച്ച ചിത്രമായും മികച്ച നടനായ ബ്രാൻഡോയും മികച്ച തിരക്കഥാകൃത്തുക്കളായ കൊപ്പോളയും മരിയോ പുസോയും ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം ലോകത്തിലെ മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും മുൻനിരയിൽ തന്നെ തുടരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 74 ഗോഡ് ഫാദറിന്റെ 2ാം ഭാഗം പുറത്തിറങ്ങി. വാണിജ്യപരമായി 2ാം ഭാഗം അത്ര വിജയമായിരുന്നില്ലെങ്കിലും സാങ്കേതിക തികവിലും മികച്ച നിർമ്മാണത്തിലും കലാപരമായും 2ാം ഭാഗം വലിയ വിജയമായിരുന്നു. മൈക്കിൾ 1ാം ഭാഗത്തിൽ ഒരു മാഫിയ ഡോണായി മാറുന്ന കഥയായിരുന്നെങ്കിൽ 2ാം ഭാഗത്തിൽ ചതിക്കുത്തരമായാണെങ്കിലും സ്വന്തം സഹോദരനെ പോലും കൊന്നൊടുക്കുന്ന ആർദ്രത നഷ്ടപ്പെട്ട തികച്ചും നിർവികാരനായ കുടുംബം തന്നെ നഷ്ടപ്പെട്ടവനായ മാഫിയ കിങ്ങായി മാറുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത്. ഒപ്പം തന്നെ വിറ്റ കോളിയോണിന്റെ ബാല്യവും അയാളുടെ മാതാപിതാക്കളെ മാഫിയ കൊന്നൊടുക്കുന്നതും സിസിലിയിൽ നിന്നും വിറ്റ അമേരിക്കയിലേക്ക് കുടിയേറുന്നതും അവിടെ ഫനൂച്ചി എന്ന ഗുണ്ടയെ കൊന്ന് അധികാരം സ്ഥാപിക്കുന്നതും അയാളുടെ വളർച്ചകളും കാണിക്കുന്നു. വിറ്റയുടെയും മൈക്കിളിന്റെയും വളർച്ചയുടെ താരതമ്യം നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാനാകും. ഗോഡ് ഫാദർ 1ാം ഭാഗം മികച്ച ചിത്രത്തിനും മികച്ച നടനും മികച്ച തിരക്കഥയ്ക്കും ഓസ്കാർ നേടിയെങ്കിൽ 2ാം ഭാഗം മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനും മികച്ച സഹനടനും മികച്ച തിരക്കഥയ്ക്കും മികച്ച കലാസംവിധാനത്തിനും മികച്ച പശ്ചാത്തല സംഗീതത്തിനും അടക്കം 6 അവാർഡുകൾ വാരിക്കൂട്ടി. കൊപ്പോളയ്ക്ക് സംവിധാനത്തിലുള്ള ആദ്യ അവാർഡ് കിട്ടുന്നത് ഗോഡ് ഫാദർ 2ാം ഭാഗത്തിനാണ്. 1ാം ഭാഗത്തോളം ഗോഡ് ഫാദർ 2ഉം ചരിത്രത്തിൽ ഇടം നേടി ഇന്നും തലയെടുപ്പോടെ തന്നെ നിൽക്കുന്നു. വിയറ്റ്നാം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 79-ൽ കൊപ്പോളയുടേതായി പുറത്തു വന്ന മനോഹര ചിത്രമാണ് അപ്പോകാലിപ്സ് നൗ. റിലീസിന് 2 മാസം മുമ്പ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ പാം ഡിയോർ പുരസ്കാരം നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വൻ വിജയം ആവർത്തിക്കുകയായിരുന്നു. ചിത്രം തുടങ്ങുന്നത് ഒരു നാപ്വാം ബോംബ് ഉപയോഗിച്ച് കത്തുന്ന കാടുകളുടെ പശ്ചാത്തലത്തിൽ തെളിയുന്ന ക്യാപ്റ്റൻ ബെഞ്ചമിൻ വില്ലാഡിന്റെ മുഖത്ത് വിരിയുന്ന വാക്കുകളിൽ നിന്നാണ്. ഇത് യുദ്ധത്തിന്റെ കഥ മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിലെ യുദ്ധത്തിന്റെ കഥ കൂടിയാണെന്നാണ് നാം തുടർന്ന് കാണുന്നത്. ഉള്ളിൽ അടക്കി നിർത്താൻ സാധിക്കാത്ത സമ്മർദ്ദവുമായി ഒരു ഹോട്ടൽ മുറിയിൽ കണ്ണാടി തല്ലിപ്പൊട്ടിച്ച് സ്വയം അലറുന്ന ക്യാപ്റ്റൻ വില്ലാഡിനെയാണ് കാണുന്നത്. കുറച്ചു മുമ്പ് നടന്ന വിയറ്റ്നാം യുദ്ധത്തിന്റെ ഭാഗമായി ഇന്നത്തെ ഹോച്ചിമിൻ സിറ്റിയുടെ മുൻപേരായ സൈഗോൺ പ്രദേശത്തെ സൈനിക താവളത്തിലെ മടുപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം ഉളവാക്കുന്നിടത്ത് നിന്ന് അയാളുടെ മനസ്സ് ഇപ്പോഴും വർത്തമാനകാലത്തിലേക്ക് മടങ്ങിയിട്ടില്ല. അതുകൊണ്ട്
തന്നെയാണ് കണ്ണാടി തല്ലിപ്പൊട്ടിക്കുമ്പോൾ അയാൾ അലറുന്നത്. സൈഗോൺ, ഷിറ്റ്, ഐ ആം സ്റ്റിൽ ഇൻ സൈഗോൺ. ഈ മാനസികാവസ്ഥയിൽ തന്നെ അയാൾ പട്ടാള മേധാവിയെ മറ്റൊരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് വിളിക്കപ്പെടുകയാണ്. അവിടെ അയാൾക്ക് മുന്നിൽ കേണൽ കട്ട്സിന്റെ ഫയൽ തുറക്കപ്പെടുന്നു. ഒരിക്കൽ US ആർമിയിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥനായിരുന്ന ബുദ്ധിമാനും നയതന്ത്രജ്ഞനും ആയിരുന്ന, ഒരിക്കൽ ജനറൽ ആകുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ് കട്ട്സ്. എന്നാൽ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തതോടുകൂടി അയാളുടെ ചിന്താഗതികൾ മാറ്റിമറിക്കപ്പെട്ടു. അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭീകരത അയാളെ മാറ്റിമറിച്ചു. അയാൾ സിസ്റ്റത്തിന് പുറത്താണ് ഇപ്പോൾ. മനസ്സിൽ ക്രൂരതകൾ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. കംബോഡിയൻ കാടുകളിൽ ഒരു രാജാവിനെ പോലെ വാഴുകയാണ് അയാൾ. സ്വയം നിർമ്മിച്ച രാജ്യത്തിൽ ഏകാധിപതിയായി വാഴുന്ന കട്ട്സിനെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ക്യാപ്റ്റൻ വില്ലാഡിനെ സൈന്യം ഏൽപ്പിച്ച ദൗത്യം. അങ്ങനെ വില്ലാഡിനെ കൂടാതെ 4 പേർ കൂടിയുള്ള 5 അംഗ സംഘത്തിൽ സൈഗോണിൽ നിന്ന് ഒരു പെട്രോൾ ബോട്ടിൽ കട്ട്സിനെ തേടി യാത്രയാവുന്നു. എന്നാൽ കട്ട്സിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് സൈന്യത്തിന്റെ രഹസ്യ അജണ്ടയാണ്. അത് വില്ലാഡിനെ സൈന്യം ഏൽപ്പിച്ച ഒരു സീക്രട്ട് ഓപ്പറേഷൻ ആണ്. കൂടെയുള്ളവരിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് ഒരു സാധാരണ പട്രോളിംഗ് എന്ന വണ്ണമാണ് കംബോഡിയൻ കാടുകളിലേക്ക് അവരുടെ യാത്ര. കട്ട്സ് അമേരിക്കൻ സൈന്യത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാതെ കംബോഡിയൻ കാടുകളിൽ ഗ്രാമവാസികളെ ആക്രമിച്ച് തലവെട്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു രാജ്യം എന്നോണം ഗ്രാമീണരുടെ അധികാരിയായി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അയാളെ ആക്രമിച്ച് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം രഹസ്യമായി ഇല്ലായ്മ ചെയ്യുക എന്ന സൈനിക തന്ത്രമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ക്യാപ്റ്റൻ വില്ലാഡ്, ബോട്ട് ക്യാപ്റ്റൻ ഫിലിപ്സ്, ലാൻസ് ബി ജോൺസൺ എന്ന സൈനികൻ, ജെ ഹിക്സ്, തൈറോൺ മില്ലർ എന്നിവരടങ്ങുന്ന ഒരു സംഘം നൂങ് നദിയിലൂടെ യാത്ര തിരിക്കുകയാണ്. യാത്രയിൽ വില്ലാഡ് കട്ട്സിന്റെ ഫയൽ വിശദമായി വായിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ ആശങ്കകൾ ഉണ്ടെങ്കിലും പുറമെ ഭാവിക്കുന്നില്ല. കൂടെയുള്ളവർ സാധാരണ കളിതമാശകൾ പറഞ്ഞ് ഒപ്പമുണ്ട്. ഗിൽഡോർ മേഖലയിൽ എത്തുമ്പോഴേക്കും ശക്തമായ ഹെലികോപ്റ്റർ ആക്രമണം നേരിടുന്നതോടെയാണ് വില്ലാഡിന്റെ സംഘാംഗങ്ങൾക്ക് പ്രശ്നത്തിന്റെ തീവ്രത മനസ്സിലായത്. ആദ്യം ഒന്ന് പതറിയെങ്കിലും അവർ ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങുന്നു. കഠിനമായ ആക്രമണങ്ങൾക്കൊടുവിൽ ബോട്ട് ഒരു കരയ്ക്ക് അടുത്ത് നിർത്തി വില്ലാഡിന്റെ നേതൃത്വത്തിൽ കാട്ടിലേക്ക് നീങ്ങുന്നു. ജഹാഡ്സ് അമിത ഭയം നിമിത്തം ബോട്ടിൽ തന്നെ തങ്ങുന്ന സമയത്താണ് കട്ട്സിന്റെ ആളുകൾ വന്ന് ആക്രമിച്ച് ക്രൂരമായി അവന്റെ തല വെട്ടിക്കൊല്ലുന്നത്. വില്ലാഡ് പിന്നീട് ബോട്ടിലേക്ക് മടങ്ങുമ്പോൾ ഹാക്സിന്റെ വെട്ടിയെടുക്കപ്പെട്ട തല കണ്ട് ഭയചകിതനാവുന്നുണ്ട്. അനേകം നിരപരാധികളുടെയും ജീവനെടുക്കുന്ന യുദ്ധമായി അത് മാറുന്നു. അവർ ഒരു വിയറ്റ്നാമീസ് ബോട്ട് തടയുമ്പോൾ സംശയകരമായ സാഹചര്യത്തിൽ പരിശോധന നടത്തുമ്പോൾ എന്തോ എടുക്കാൻ കുരിഞ്ഞ ഒരു സ്ത്രീയെ അടക്കം അനേകം നിരപരാധികളെ കൊന്നെടുക്കേണ്ടുന്ന അവസ്ഥ. അങ്ങനെ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവരുടെ യാത്ര. ഇതിനിടെ സംഘത്തിലെ തൈറോൺ മില്ലർ എന്ന യുവ സൈനികൻ ഒരു ടേപ്പ് റെക്കോർഡിൽ തന്റെ അമ്മ അയച്ച സന്ദേശം കേൾക്കുകയാണ്. അവനെ മിസ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാമുള്ള സ്നേഹം പുരണ്ട പരാതികളാണ് മുഴുവൻ. പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് ബോട്ടിന് നേരെ ശക്തമായ വെടിവെയ്പ് ആരംഭിക്കുകയും അതിൽ തൈറോൺ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. മരിച്ചു വീണ തൈറോണിന്റെ മുഖത്ത് ഇപ്പോഴും അവന്റെ അമ്മയുടെ വാക്കുകൾ ഇഴയുകയാണ്. യുദ്ധമുഖത്തെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയും വേദനയും വരച്ചിടുന്ന ഹൃദയസ്പർശിയായ ഒരു രംഗം. യാത്രക്കിടയിൽ ലാൻസ് രഹസ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ പകുതി ലഹരിയിലും ഭയമില്ലാതെയുമാണ് നീങ്ങുന്നത്. ഇതിനിടെ ക്യാപ്റ്റൻ ഫിലിപ്സ് വില്ലാഡിന്റെ യഥാർത്ഥ ലക്ഷ്യം കട്ട്സിനെ വധിക്കലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവസാന സമയത്ത് വില്ലാഡും ലാൻസും ക്യാപ്റ്റൻ കട്ട്സിന്റെ ഏറ്റവും അടുത്തെത്തിയ സമയത്ത് കാടിനുള്ളിൽ നിന്ന് കട്ട്സിന്റെ ഒരു അനുയായി ഒരു കുന്തം എറിയുന്നത് ചീഫ് ഫിലിപ്സിന്റെ മേത്ത് തുളച്ചു കയറുന്നതോടെ അയാൾ വില്ലാഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. കാരണം വില്ലാഡിന്റെ യഥാർത്ഥ ലക്ഷ്യം ചീഫിന് മനസ്സിലായെങ്കിലും മനസ്സിലാകാത്ത ഭാവത്തിൽ അയാളോടൊപ്പം കട്ട്സിന്റെ അടുത്തെത്തി കട്ട്സിന്റെ കൊലപാതകം തടയുകയായിരുന്നു ചീഫിന്റെ ലക്ഷ്യം. കാരണം കട്ട്സ് തെറ്റുകാരനാണെങ്കിൽ വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെടട്ടെ എന്ന സ്ട്രെയിറ്റ് പ്രൊസീജിയറിൽ വിശ്വസിക്കുന്ന സൈനികനായിരുന്നു ചീഫ് ഫിലിപ്സ്. എന്നാൽ വില്ലാഡിനെ തടയാൻ കഴിയാതെ ചീഫ് മരിച്ചു വീഴുന്നു. വില്ലാഡും ലാൻസും ബോട്ട് നിർത്തി കാടിനുള്ളിലേക്ക് കട്ട്സിനെ തേടി യാത്ര തിരിക്കുമ്പോൾ തന്നെ കട്ട്സിന്റെ ആളുകൾ വളയുകയും വില്ലാഡിനെ ബന്ധിതനാക്കി കട്ട്സിന്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരിയിലായിരുന്ന ലാൻസ് അവരിൽ ഒരാളായി അവരോടൊപ്പം കൂടുന്നു. കട്ട്സിന്റെ മുന്നിൽ എത്തപ്പെടുന്ന വില്ലാഡിന്റെ ലക്ഷ്യം കട്ട്സ് തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മനസ്സിൽ വില്ലാഡിനോട് തന്റെ ഡ്യൂട്ടി ചെയ്യാമെന്ന ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ദേഷ്യമൊന്നുമില്ല. അയാളോട് എതിരിടാനുള്ള മനസ്സുമില്ല. താൻ തെരഞ്ഞെടുത്ത ക്രൂരതയുടെ വഴിയിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ട ഒരു മോചനം അയാൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് അയാളുടെ പെരുമാറ്റങ്ങളെല്ലാം. മഴയുള്ള രാത്രിയിൽ ഗ്രാമീണർ ഒരു കാളയെ ബലി കഴിച്ച് ഉത്സവം ആഘോഷിക്കുമ്പോൾ വില്ലാഡ് കട്ട്സിനെ വധിച്ച് ലാൻസിനോടൊപ്പം കംബോഡിയ വിടുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കട്ട്സ് പറയുന്നുണ്ട് താൻ എങ്ങനെ മാറിയെന്ന്. ഒരു അമേരിക്കൻ മെഡിക്കൽ ടീം ആ ഗ്രാമത്തിലെ കുട്ടികൾക്കൊരിക്കൽ വാക്സിൻ നൽകിയിരുന്നു. എന്നാൽ ആയിരക്കണക്കിനായിട്ടുള്ള അതേ കുട്ടികളുടെ കൈകൾ വിയറ്റ്നാം ഗറില്ലകൾ വെട്ടിമാറ്റി. കട്ട്സ് പറയുന്നു, ആ കൈകൾ ഒരു കൂമ്പാരമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. അവരുടെ അമ്മൂമ്മയെ പോലെ ഞാൻ കരഞ്ഞു. പിന്നെ ഞാൻ മനസ്സിലാക്കി, യുദ്ധം ചെയ്യുമ്പോൾ മൊറാലിറ്റി മനസ്സിലുണ്ടാകാൻ പാടില്ല, ക്രൂരതയോട് ഭയം പാടില്ല. അങ്ങനെ മനസ്സ് കല്ലാക്കിയാണ് കട്ട്സിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകും. പക്ഷെ ഇപ്പോൾ അയാൾ പാപഭാരത്തിന്റെ ശമ്പളമായി മരണം ഏറ്റുവാങ്ങാൻ മാനസികമായി തയ്യാറാണ്. അതിന്റെ സൂചന എന്നോണം തന്നെയാണ്
കാളകളുടെ ബലിക്കൊപ്പം കട്ട്സിന്റെ വധവും നടക്കുന്നത്. യുദ്ധം സൃഷ്ടിക്കുന്ന അരാജകത്വവും നിരപരാധി ഹത്യകളും അത് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന തീരാ മുറിവുകളും രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമായി ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ അപ്പോക്കലിപ്സ് നൗ ഇന്നും നിലനിൽക്കുന്നു. 1960-70 കാലഘട്ടത്തിൽ ന്യൂ ഹോളിവുഡ് എന്ന സിനിമാ വിപ്ലവത്തിന്റെ മുഖ്യ നായകനായിരുന്നു കൊപ്പോള. ഡാർക്ക് ആൻഡ് റിയലിസ്റ്റിക് സിനിമകളായിരുന്നു കൊപ്പോളയുടെ ലോക പ്രശസ്തനാക്കിയത്. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു മിക്ക ചിത്രങ്ങളും. കുറ്റബോധവും സ്വകാര്യതയും ഇതിവൃത്തമായ ദ കോൺവെർസേഷൻ പോലുള്ള ചിത്രങ്ങൾ അതിന് ഉദാഹരണങ്ങളായിരുന്നു. ലൈറ്റിംഗ്, സൗണ്ട് എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ പരീക്ഷണങ്ങൾ നടത്തിയ സംവിധായകനായിരുന്നു കൊപ്പോള. അപ്പോക്കാലിപ്സ് നൗ എന്ന ചിത്രത്തിൽ യുദ്ധസമയത്ത് ശബ്ദവും ദൃശ്യവും കൂടി ചേർന്ന് പ്രേക്ഷകരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ സംവിധായകൻ സിനിമയിൽ സ്വന്തം ശൈലി രൂപപ്പെടുത്തിയെടുക്കണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു കൊപ്പോള. പ്രതിഭാശാലിയായ ആ സംവിധായകന് മുന്നിൽ അഭിവാദ്യങ്ങൾ.